വീഡിയോ നിങ്ങളുടെ ഡിജിസോൾ DG HR3300TA ബ്രോഡ്ബാൻഡ് ഹോം റൗട്ടർ സജ്ജീകരിക്കുന്നതിനും വയർലെസ് സുരക്ഷ ലഭ്യമാക്കുന്നതിനും വേണ്ടി ഉള്ളതാണ്. നിങ്ങളുടെ ഡിജിസോൾ റൗട്ടർ ചെറിയത് മുതൽ ഇടത്തരം വീടുകൾക്ക് ഒരു നല്ല ചോയ്സ് ആണ്. ഇത് നിങ്ങളുടെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും അതിഥികൾക്കുമായി 3 വ്യത്യസ്ത വയർലെസ് നെറ്റ്വർക്കുകൾ ഉണ്ടാക്കുവാൻ അനുവദിക്കുന്നു. മാത്രമല്ല, നിലവിലുള്ള ഏതെങ്കിലും വയർലെസ് നെറ്റ്വർക്കിന്റെ പരിധി വ്യാപിപ്പിക്കുവാൻ കൂടി ഇത് ഉപയോഗിക്കാവുന്നതാണ്. പവർ അഡാപ്റ്ററിന്റെ ഒരറ്റം ഭിത്തിയിൽ ഘടിപ്പിച്ചിട്ടുള്ള വോൾ സോക്കറ്റിലും മറ്റേ അറ്റം റൗട്ടറിന്റെ പവർ കണക്ടറിൽ പ്ലഗ് ഇൻ ചെയ്യുക. ഒരു ഇത്തർനെറ്റ് കേബിൾ ഉപയോഗിച്ച് നിങ്ങളുടെ കേബിൾ മോഡം റൗട്ടറിന്റെ വാൻ പോർട്ടുമായി ബന്ധിപ്പിക്കുക. നിങ്ങളുടെ ലാപ്ടോപ്പിന് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിന് സ്വയം IP അഡ്രസ് നേടാൻ കഴിയും എന്നത് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ സിസ്റ്റം ട്രേയിൽ നിന്നും ഡിജിസോൾ വയർലെസ് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുക. ഒരു വെബ് ബ്രൗസർ സ്വയം തുറക്കപ്പെടും. OK എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി കൺഫിഗറേഷൻ പേജിൽ കണക്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഡിഫോൾട്ട് യൂസർ നെയിം അഡ്മിൻ എന്നും പാസ്വേഡ് 1234 എന്നും ആണ്. തുടരാൻ OK എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇന്റർനെറ്റ് കണക്ഷൻ സെറ്റപ്പ് ചെയ്യുന്നതിനായി വാൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ISP ഒരു സ്റ്റാറ്റിക് IP അഡ്രസ് നൽകുന്നുവെങ്കിൽ DHCP ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതല്ല, നിങ്ങളുടെ ISP കണക്ഷനിനായി യൂസർ നെയിമും പാസ്വേഡും ആവശ്യപ്പെടുന്നുവെങ്കിൽ PPPoE ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇവിടെ ഞങ്ങൾ PPPoE ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ISP നൽകിയ യൂസർ നെയിമും പാസ്വേഡും നൽകുക. അതിനുശേഷം സേവ് അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ലിങ്ക് അപ്പായെന്നും ഇന്റർനെറ്റ് കണക്ഷൻ സ്ഥിരീകരിക്കാനും സ്റ്റാറ്റസ് ടാബിന്മേൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വയർലെസ് കണക്ഷൻ സുരക്ഷിതമാക്കാൻ അഡ്മിൻ കൺഫിഗറേഷൻ പേജിൽ കാണപ്പെടുന്ന വയർലെസ് എന്ന ഓപ്ഷന്മേൽ ക്ലിക്ക് ചെയ്യുക. സെക്യൂരിറ്റി എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സെക്യൂരിറ്റി മോഡിൽ WPA/WPA2 പേഴ്സണൽ എന്നത് തിരഞ്ഞെടുക്കുക. WPA ക്രമീകരണങ്ങളിൽ WPA ഓൾഗോരിതമിൽ നിന്നും TKIP/AES എന്നത് തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന പാസ്വേഡ് പാസ് ഫ്രേസ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഇനി സേവ് അപ്ലൈ എന്ന ഓപ്ഷന്മേൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വയർലെസ് കണക്ഷൻ സുരക്ഷിതമാണെന്ന് നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ സിസ്റ്റം ട്രേയിൽ പരിശോധിക്കാം. വയർലെസ് ഡിജിസോൾ കണക്ഷൻ തിരഞ്ഞെടുത്തതിനു ശേഷം പാസ്വേഡ് രേഖപ്പെടുത്തുക. അതിനുശേഷം നെക്സ്റ്റ് എന്നതിന്മേൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ റൗട്ടർ കൺഫിഗറേഷൻ പേജിൽ നിന്നും പാസ്വേഡ് മാറ്റാൻ ഞങ്ങൾ ശുപാർശ ചെയ്യുന്നു. അങ്ങനെ ചെയ്യാൻ വേണ്ടി നിലവിലുള്ള പാസ്വേഡ് ഉപയോഗിച്ച് കൺഫിഗറേഷൻ പേജിൽ ലോഗിൻ ചെയ്യുക. അഡ്മിൻ സെറ്റിംഗിൽ അഡ്വാൻസ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം മാനേജ്മെന്റ് എന്നതിന്മേൽ ക്ലിക്ക് ചെയ്യുക. പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്തതിനു ശേഷം കൺഫേം ചെയ്യുക. സേവ് എന്നതിന്മേൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ റൗട്ടർ റീബൂട്ട് നോട്ടിഫിക്കേഷൻ കാണാൻ കഴിയും. റീബൂട്ട് എന്നതിന്മേൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റീബൂട്ട് പ്രക്രിയ പൂർത്തിയാകാൻ കാത്തിരിക്കുക. നിങ്ങൾ ഇപ്പോൾ സുരക്ഷിതമായി ഇന്റർനെറ്റുമായി കണക്ട് ആയി കഴിഞ്ഞു. പാസ്വേഡ് പരിചയമുള്ളവരുമായി മാത്രം പങ്കിടുക.